സ്വദേശിയായ ആതിരയുടെ കൊലപാതകം. ഒരു ഇൻസ്റ്റഗ്രാം വഴിയുള്ള സൗഹൃദമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് രണ്ടാളും റീൽസുകൾ ചെയ്തിരുന്നു. ഇവർ ഒരു ഗ്രൂപ്പ് സ്വന്തം കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരണമെന്ന് ഈ ബ്ലോക്ക് ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം. നമസ്കാരം. തിരുവനന്തപുരം കഠിനംകുളത്തെ 30 വയസ്സുകാരിയായ ആതിരയുടെ കൊലപാതകം ഈ പ്രദേശവാസികളെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും സൗമ്യ സ്വഭാവമുള്ള ഒരു യുവതിയായിരുന്നു ആതിര. ഈ ഒരു കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാതെ നാട്ടുകാർ ആദ്യം ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഒരു ഇൻസ്റ്റഗ്രാം വഴിയുള്ള സൗഹൃദമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ്. ഏകദേശം നമ്മളോടിപ്പോൾ ആതിരയുടെ ഭർത്താവ്, അതായത് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായ അദ്ദേഹം നമ്മളോടിപ്പോൾ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ തയ്യാറില്ല. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഏകദേശം 6-7 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പേര് പറഞ്ഞില്ല എങ്കിലും ഈ ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായ ഈ ഒരു 35 വയസ്സുകാരനെ കുറിച്ച് ആതിര സ്വന്തം ഭർത്താവിനോട് വിശദീകരിച്ചിരുന്നു. ഇത്തരത്തിലൊരു സൗഹൃദമുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഭർത്താവ് ആതിരയോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ റീൽസ് ഈ ആതിരയും ഈ ജോൺസൺ ഔസേപ്പും തമ്മിൽ രണ്ടാളും റീൽസുകൾ ചെയ്തിരുന്നു. ഇവർ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ എന്നാണ് ഭർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജോൺസൺ ഔസേപ്പും ആതിരയും അതുകൂടാതെ മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഈ ഗ്രൂപ്പിനെ ഭർത്താവ് നിഷേധിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇത് വേണ്ട, ഇത് അനാവശ്യമായൊരു സംഭവമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭർത്താവ് ആതിരയോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന മൂവരിൽ ഒരാൾ, അതായത് മറ്റേ ആ ഒരു സ്ത്രീ, മൂന്നാമതായുള്ള ആ സ്ത്രീ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകുന്നു. പിന്നീട് ഈ ആതിരയും ജോൺസൺ ഔസേപ്പും മാത്രമായിരുന്നു ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർ തമ്മിൽ കൂടുതൽ സൗഹൃദത്തിലാകുന്നു. അതിന് ശേഷമാണ് ആതിരയോട് ജോൺസൺ ഔസേപ്പ് ആവശ്യപ്പെടുന്നു, നീ ഭർത്താവിനെയും സ്വന്തം കുട്ടിയെയും ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇതിനെ തുടർന്നാണ് ആതിര പൂർണ്ണമായുള്ള കാര്യം ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്നത്. അപ്പോൾ ഭർത്താവ് പറയുന്നു, ഇത് ശരിയല്ല, നല്ല പോക്കല്ല എന്നുള്ള രീതിയിൽ ആതിരയെ ഉപദേശിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഈ തൊട്ടടുത്ത ദിവസമാണ് ആതിര ഈ ജോൺസൺ ഔസേപ്പിനെ ഇൻസ്റ്റഗ്രാമിലും അതുകൂടാതെ ഫോണിലും ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം ഈ കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടുകൂടി ഈ ജോൺസൺ ഔസേപ്പ് ഈ മതിൽ ചാടിക്കടന്നുകൊണ്ട് ആതിരയുടെ മുറിയിൽ കയറി ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകം നടത്തിയത് എന്നതാണ് നമ്മളോട് ഭർത്താവ് വിശദീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ കൊല്ലം സ്വദേശിയായ യുവാവ് ഈ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ ഈ പരിസരത്ത് അറിയപ്പെട്ടിരുന്നത് കള്ളൻ രാജു എന്ന പേരിലാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹം ഒരു ക്രിമിനലാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ഭർത്താവ് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു മരണശേഷമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ഈ യുവാവിനെ കുറിച്ച്, അതായത് ജോൺസൺ ഔസേപ്പിനെ കുറിച്ച് തനിക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇയാൾക്ക് ഏകദേശം 7, അതായത് 5-ലധികം സിമ്മുകൾ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്നും ഈ ആതിരയുടെ ഭർത്താവ് ഇപ്പോൾ നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ കൊലപാതകം നടന്ന ഈ ഒരു സംഭവ സ്ഥലത്ത് ഈ വീടിന് ഉള്ളിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആതിരയുടെ ഭർത്താവും കൂടെയുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിയെ, ആതിരയെ കൊലപ്പെടുത്തിയ പ്രതിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ കൊല ചെയ്ത ശേഷം ആതിരയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് ഈ ഒരു യുവാവ്, ഈ ജോൺസൺ ഔസേപ്പ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ ഒരു സ്കൂട്ടർ കഠിനംകുളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസിനും ലഭിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ വ്യക്തിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.
നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ്, കാരണം ഈ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ഏകദേശം 11:30-12 മണിയോടുകൂടിയാണ് ആതിരയുടെ ഭർത്താവ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ വീട്ടിൽ കഴുത്തറുത്ത നിലയിൽ ആതിരയെ കണ്ടെത്തുന്നത്.